മുഖ്യമന്ത്രിയുടെ കാല് നക്കുന്നതിൽ തകരാറില്ല. ചെരുപ്പ് നക്കിയാലോ? മുഖ്യമന്ത്രി പിണറായിയുടെ ചെരുപ്പ് നൽകുന്നത് അഭിമാനകരമാണ് എന്ന് ആവർത്തിച്ച് പറയുന്നത് കോൺഗ്രസിൻ്റെ മുൻ DCC പ്രസിഡന്റും മുൻ MLAയുമായ AV ഗോപിനാഥാണ്. പെരിങ്ങോട്ടുകുറിശ്ശിയിലെ തെരഞ്ഞെടുപ്പിൽ CPMുമായി ഐക്യപ്പെട്ടുകൊണ്ട് ഒരു മുന്നണി രൂപീകരിച്ച് ഗോപിനാഥ് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ കോൺഗ്രസിനെതിരെ മത്സരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം പരസ്യമായി മാധ്യമങ്ങളോട് ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞത്, മുഖ്യമന്ത്രി പിണറായി മഹാനായ നേതാവാണ്, അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് നക്കും എന്ന് ഞാൻ പറഞ്ഞതിൽ എനിക്ക് അഭിമാനമേയുള്ളൂ. അങ്ങനെ പറയാൻ എന്നെ പ്രാപ്തനാക്കിയത് അദ്ദേഹത്തിൻ്റെ മഹത്വം തന്നെയാണ്, അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് പറയുകയാണ്. ആലോചിച്ച് നോക്കൂ, ഒരു ഗാന്ധി ശിഷ്യൻ, അതും ഒരു കോൺഗ്രസ്സുകാരൻ, ഒരു കോൺഗ്രസ് മുൻ MLA ഇത്തരത്തിൽ പറയുന്നത്, അതും തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്നത് എത്ര അപക്വമാണ്. ഏത് മനുഷ്യൻ്റെയും കാല് നക്കുന്നതും കാല് പിടിക്കുന്നതും ചെരുപ്പ് നക്കുന്നതും ഒന്നും ന്യായീകരിക്കാവുന്ന കാര്യങ്ങളല്ല. നാളെ ദൈവം ഇറങ്ങി വന്നാലും ദൈവത്തിൻ്റെ കാല് പിടിക്കുകയോ കാല് നക്കുകയോ ചെയ്താൽ ദൈവമുണ്ടെങ്കിൽ ദൈവം പുറങ്കാൽ കൊണ്ട് കാല് പിടിക്കുന്നവനെ ചെപ്പിക്കുറ്റിക്ക് ചവിട്ടും. കാരണം ആത്മാഭിമാനിയായ ഒരാളും അയാളുടെ കാൽ മറ്റൊരാൾ പിടിക്കുന്നതോ നക്കുന്നതോ ഇഷ്ടപ്പെടില്ല. യഥാർത്ഥത്തിൽ AV ഗോപിനാഥിനെ പോലൊരാൾ ചെരുപ്പ് നക്കും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന് വിലക്കാനുള്ള വിശാലമായ മനസ്സാണ്, മനുഷ്യത്വമാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റിയാണ് പിണറായി വിജയൻ കാണിക്കേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹം ഈ സംഭവത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ പെരിങ്ങോട്ടുകുറിശ്ശിയിലേക്ക് തന്നെ മടങ്ങി വരാം. പെരിങ്ങോട്ടുകുറിശ്ശി പഞ്ചായത്തിൽ 25 കൊല്ലത്തോളം പ്രസിഡന്റായിരുന്ന, കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന ആളാണ് AV ഗോപിനാഥ്. അദ്ദേഹം KSU നേതാവായി, ജില്ലാ നേതാവായി, സംസ്ഥാന നേതാവായി, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ നേതാവായി, ഏറ്റവും ഒടുവിൽ അദ്ദേഹം DCC പ്രസിഡന്റായി. ആലത്തൂരിൽ നിന്നും മത്സരിച്ച് CPM സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആദ്യമായി ആലത്തൂരിൽ നിന്ന് കോൺഗ്രസ് MLA ആയി. ലീഡർ കരുണാകരൻ്റെയും അതുപോലെ AK ആന്റണിയുടെയും മത്സര ശിഷ്യനായിരുന്നു AV ഗോപിനാഥ്. ഒരർത്ഥത്തിൽ പാലക്കാട് ജില്ലയിൽ ഏറ്റവും ജനസ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു എൻ്റെ സുഹൃത്തു കൂടിയായ AV ഗോപിനാഥ്. കാരണം P ബാലൻ എന്ന് പറയുന്ന പാലക്കാട്ടെ നിന്നല്ല, കേരളത്തിലെ ഏറ്റവും വലിയ സമുന്നതനായ കോൺഗ്രസ് നേതാവ് ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് കൂടിയാണ് ഗോപിനാഥ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായത്. അപ്പോൾ അങ്ങനെയൊക്കെ പാരമ്പര്യമുള്ള, കോൺഗ്രസ് എല്ലാ പദവികളും നൽകിയിട്ടുള്ള ഒരു നേതാവ് ഇത്തരത്തിൽ കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നത്. ഇപ്പോൾ പെരിങ്ങോട്ടുകുറിശ്ശിയിൽ 12 സീറ്റുകളിൽ AV ഗോപിനാഥ് രൂപീകരിച്ച സ്വതന്ത്ര വിമോചന മുന്നണി ആണ് മത്സരിക്കുന്നത്. ആകെ 18 സീറ്റുകളാണ് പെരിങ്ങോട്ടുകുറിശ്ശിയിലുള്ളത്. 11 സീറ്റുകളിൽ AV ഗോപിനാഥും 7 സീറ്റുകളിൽ CPMുമാണ് മത്സരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന് കൊടി കുത്താൻ പോലും കഴിയാതിരുന്ന ഈ പെരിങ്ങോട്ടുകുറിശ്ശി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ CPMൻ്റെ അടിയും ആക്രമണങ്ങളും എല്ലാം നേരിട്ട് അതിജീവിച്ച് കോൺഗ്രസിനെ കെട്ടിപ്പടുക്കുന്നതിൽ, വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച നേതാവാണ് AV ഗോപിനാഥ്. അപ്പോൾ ഏതൊരാളിനും താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ ആശയത്തെയോ തള്ളിപ്പറയാനും വേണ്ടെന്ന് വയ്ക്കാനും ഉള്ള അവകാശങ്ങളുണ്ട്. കാരണം ഇന്നലെ കോൺഗ്രസ് ആയിരുന്ന ആളിന് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാകാം, CPMകാരനാവാം. ഇന്നലെ CPMകാരനായിരുന്ന ആളിന് BJPക്കാരനാവാം. അതെല്ലാം നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയങ്ങളിലും എല്ലാം നാം കാണാറുണ്ട്.
പക്ഷെ ഒരിക്കലും ഒരു വ്യക്തി എത്ര ചെറുതായാലും അധപ്പതിക്കാൻ പാടില്ല. ഒരു നേതാവ്, ഇപ്പോൾ എ.വി. ഗോപിനാഥിനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ അച്ചടക്കത്തോടെ നിന്നിരുന്നെങ്കിൽ, കലാപങ്ങൾ ഉണ്ടാക്കാതിരുന്നെങ്കിൽ, സ്വയം DCC പ്രസിഡന്റ് സ്ഥാനം വേണ്ടെന്ന് വെച്ച് വലിച്ചെറിഞ്ഞ് രാജിവെച്ചു പോയ ആളാണ്. കാരണം പാലക്കാട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സതീശൻ പാച്ചേനി നിസ്സാര വോട്ടിന് തോറ്റുപോയപ്പോൾ ആ തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ച ആളാണ് എ.വി. ഗോപിനാഥ്. അന്ന് ഞാനുൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ പോലും ഗോപിനാഥിനോട് പറഞ്ഞിരുന്നു, വേണ്ട, അങ്ങനെ രാജിവെക്കേണ്ട കാര്യമില്ല, നിസ്സാര വോട്ടിനാണ് സതീശൻ പാച്ചേനി പരാജയപ്പെട്ടത്, അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം DCC പ്രസിഡന്റ് ഏറ്റെടുക്കേണ്ടതില്ല. അപ്പം അത്രയും വലിയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച ഒരു നേതാവ് എങ്ങനെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായിയുടെ ചെരുപ്പ് നക്കും എന്ന് ആവർത്തിച്ച് പറയുന്ന അവസ്ഥയിലേക്ക് അധപ്പതിച്ചിരിക്കുന്നു? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.